നമസ്കാരം. അപ്പോ ഇന്ന് നമ്മൾ നോക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ആ ഒരു ചരിത്രപരമായ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം. എന്തൊരു ജയമായിരുന്നു അത്, അല്ലേ? അതെ, ശരിക്കും 27 വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. അതെ, ലോർഡ്സില് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. നിങ്ങളുടെ കയ്യിലുള്ള ആർട്ടിക്കിളുകളും ആ കുറിപ്പുകളും ഒക്കെ വെച്ച് നമുക്കിതിന്റെ ഒരു പ്രാധാന്യം, പിന്നെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം. തീർച്ചയായും. അപ്പോൾ ഈ 27 കൊല്ലത്തെ ആ ഒരു ICC ട്രോഫി വരൾച്ച, അതിനെങ്ങനെയാണ് അവർ അവസാനം കുറിച്ചത്? ആ ഫൈനലിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലോ? നോക്കാം. ജൂൺ 11 മുതൽ 14 വരെ ലോർഡ്സില്. ശരിക്കും ആ ഫൈനൽ ഓർക്കുമ്പോൾ തന്നെ ഒരു ആവേശമാണ്. ഓസ്ട്രേലിയയുടെ സ്കോറുകൾ 212, പിന്നെ 207. ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിംഗ്സില് കുറവായിരുന്നു, 138. അവിടെ ഒരു പേടി തോന്നിയിരുന്നു, അല്ലേ? തോന്നിയിരുന്നു. പക്ഷേ രണ്ടാം ഇന്നിംഗ്സിലെ ആ 282 റൺസ് വിജയലക്ഷ്യം, അതും 5 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. അതും 4-ാം ദിവസം ലഞ്ചിനു മുൻപേ. അതെ, ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരുന്നു അത്. ആ തിരിച്ചുവരവിൽ പ്രധാനികൾ ആരൊക്കെയായിരുന്നു? എയ്ഡൻ മാർക്രമിന്റെ ആ ഒരു പ്രകടനം. മാർക്രം 207 പന്തിൽ 136 റൺസ്. മാൻ ഓഫ് ദ മാച്ച് അദ്ദേഹമായിരുന്നല്ലോ. അതുതന്നെ, ശരിക്കും പറഞ്ഞാല് ആ ഇന്നിംഗ്സ്, സമ്മർദ്ദത്തിൽ കളിച്ച ആ കളി. അതോടൊപ്പം ക്യാപ്റ്റൻ ടെമ്പ ബാവുമ, പരിക്കുണ്ടായിട്ടും 66 റൺസ്. ബാവുമയുടെ ആ പോരാട്ടം, അതും നിർണായകമായി. ആ കൂട്ടുകെട്ട് 147 റൺസിന്റെ, അതാണ് ശരിക്കും കളി മാറ്റിയത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ബാവുമ ആ പ്രകടനം ടീമിന് കൊടുത്തൊരു ഊർജം, അത് ചെറുതല്ല, അല്ലേ? തീർച്ചയായും. നിങ്ങളുടെ കയ്യിലുള്ള റിപ്പോർട്ടുകളിൽ അതിനെപ്പറ്റി ഉണ്ട്, അതിൽ പറയുന്നുണ്ട്. ആ ഇന്നിംഗ്സ് ടീമിന്റെ മനോവീര്യം വല്ലാതെ ഉയർത്തിയെന്ന് പലയിടത്തും പറയുന്നുണ്ട്. വെറും റൺസ് എന്നതിനപ്പുറം ഒരു ലീഡർ മുന്നിൽ നിന്ന് നയിച്ച പോലെ ഒരു ഫീലായിരുന്നു. എന്നാൽ ഇവിടെ കുറച്ചുകൂടി രസകരമായൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ദക്ഷിണാഫ്രിക്കയുടെ ആ ഒരു ചോക്കർമാർ എന്ന പേരുദോഷം, അത് മാറ്റാൻ ഈ വിജയം, പ്രത്യേകിച്ച് മാർക്രമിന്റെ ഇന്നിംഗ്സ്, എത്രത്തോളം സഹായിച്ചു എന്നതാണ്. അതൊരു നല്ല പോയിന്റാണ്. വലിയ കളികളിൽ നിർണായക ഘട്ടങ്ങളിൽ പതറുന്നു എന്നൊരു വിമർശനം എപ്പോഴും ഉണ്ടായിരുന്നു. മുൻപത്തെ പരാജയങ്ങൾ പോലെയല്ല ഈ ഫൈനൽ. ആ സമ്മർദ്ദത്തെ അവർ നേരിട്ട രീതി, അത് വ്യക്തിഗത മികവു മാത്രമല്ല, ഒരു കൃത്യമായ പ്ലാനിംഗ്, ടീം വർക്ക്, അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതാൻ. ശരിയാണ്. പക്ഷേ ചോക്കർ പേരുദോഷം ഒറ്റ വിജയത്തോടെ അതങ്ങ് പൂർണ്ണമായി മാറുമോ? അതോ ഇനി വരും മത്സരങ്ങളിലും ഈ ഒരു പ്രഷർ അവർക്ക് ഫീൽ ചെയ്യില്ലേ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഒറ്റയടിക്ക് എല്ലാം മാറി എന്ന് പറയാൻ പറ്റില്ല, ഉറപ്പായും പറ്റില്ല. പക്ഷേ ഈ വിജയം, പ്രത്യേകിച്ച് ഫൈനലിലെ ആ സമ്മർദ്ദം അവർ അതിജീവിച്ച രീതി, അത്